ഓക്കെ, സോ ഇതാണ് OnePlus Nord 3യുടെ വലിയൊരു ബോക്സ്. നമുക്കിത് അൺബോക്സ് ചെയ്യാം. 2 ഐറ്റംസ് ഉണ്ട്. ഫസ്റ്റ് ആണ് ഈ ഒരു ടീ അല്ലെങ്കിൽ കോഫി കപ്പ് വെക്കാനുള്ള കോസ്റ്റർ ആണെന്ന് തോന്നുന്നു. സെക്കൻഡ് ആണ് ഈ ചെറിയ പെട്ടി. സോ നിങ്ങൾ ഈ OnePlus Nord 3 വാങ്ങുമ്പോൾ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഈ ഒരു ചെറിയ പെട്ടിയാണ്. ഓക്കെ, ഇത് ഓപ്പൺ ചെയ്താൽ ഫസ്റ്റ് തന്നെ ഒരു ബ്ലാക്ക് TPU കേസ് ഉണ്ട്. ഡോക്യുമെന്റ്സ് ഇതാണ് നമ്മുടെ Nord 3 മാറ്റി വെക്കാം. 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആൻഡ് OnePlusന്റെ സിഗ്നേച്ചർ റെഡ് ചാർജിങ് കേബിൾ. സോ ഇതാണ് നമ്മുടെ OnePlus Nord 3. നല്ല സ്മൂത്ത് മാറ്റ് ഫിനിഷ് ആണ് ബാക്കിൽ കൊടുത്തിരിക്കുന്നത്. അനാവശ്യമായ ബ്രാൻഡിങ് ഒന്നുമില്ല. OnePlusന്റെ ലോഗോ വരുന്നുണ്ട്. പിന്നെ ഇതിന്റെ ക്യാമറ മോഡ്യൂൾ നോക്കുമ്പോൾ നമ്മുടെ iQOO Z6 Pro ഓർമ്മയുണ്ടോ? ആ ഒരു ഡിസൈനിലാണ് ഇവിടെ വരുന്നത്. സോ നിങ്ങൾക്കത് ഇഷ്ടമാണെങ്കിൽ ഇഷ്ടപ്പെടും. പിന്നെ പല ഫോൺസ് നമ്മൾ പറയാറുണ്ട് ഫിംഗർ പ്രിന്റ് മാഗ്നറ്റ് ആണ് എന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങനെ തുടയ്ക്കുമ്പോൾ കംപ്ലീറ്റ്ലി അഴുക്കൊക്കെ ആയിരിക്കും. ഇത് എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്താലും എത്ര ഇങ്ങനെ തുടച്ചാലും ഒരു തരത്തിലുള്ള നമ്മുടെ കൈയിൻ്റെ പാടോ അഴുക്കോ ഒന്നും ഇവിടെ കാണാൻ പറ്റില്ല. സോ എപ്പോഴും ക്ലീൻ ആയിരിക്കും. അതാ ഞാൻ പറഞ്ഞത്, നല്ല എക്സിക്യൂട്ടീവ് ലുക്കിലാണ് ഈ ഒരു ഫോൺ വരുന്നത്. പിന്നെ ഇതിൻ്റെ കൂടെ OnePlus തന്നിരിക്കുന്ന ഈ ഒരു TPU കേസ് ഉണ്ടല്ലോ, നല്ല ക്വാളിറ്റിയുള്ള TPU കേസാണ്. മറ്റ് ബ്രാൻഡുകൾ ഈ ട്രാൻസ്പെറൻറ്റ് TPU കേസാണ് തരുന്നത്. ചില ബ്രാൻഡുകൾ ലൈക്ക് സാംസങ് ആൻഡ് ആപ്പിൾ TPU കേസ് തരാറില്ല. ബോണസ് പോയിന്റ് ഉണ്ട് OnePlusന്. ഞാൻ പറഞ്ഞില്ല, നല്ല സ്മൂത്ത് ആണ്. എന്നാൽ ഈ ഒരു സ്മൂത്ത്നെസ് ലേശം കൂടിപ്പോയോ എന്ന് എനിക്ക് തോന്നി. കാരണം ഫോൺ കയ്യിൽ നിന്ന് തെന്നി താഴെ പോകുന്നുണ്ട്. എൻ്റെ കയ്യിൽ നിന്ന് ഒരു തവണ തെന്നി താഴെ വീണതാണ്, പക്ഷേ എൻ്റെ മടിയിൽ വീണതുകൊണ്ട് രക്ഷപ്പെട്ടു. പിന്നെ ഈ ഒരു ഫോൺ ബോക്സി ഡിസൈനിലാണ് വരുന്നത്. എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡ് ഉണ്ടല്ലോ കംപ്ലീറ്റ്ലി ഫ്ലാറ്റ് ആണ്. പക്ഷേ ബാക്ക് ഉണ്ടല്ലോ, ബാക്ക് ഈ എഡ്ജിൽ സ്ലൈറ്റ്ലി ഇങ്ങനെ കർവായിട്ട് വരുന്നുണ്ട്. സോ ഫോൺ കയ്യിൽ ഹോൾഡ് ചെയ്യാൻ നല്ല കംഫർട്ടബിൾ ആണ്. അത്യാവശ്യം സ്ലിം ആണ്, ലൈറ്റ് വെയിറ്റ് ആണ്. പോർട്സ് ആൻഡ് ബട്ടൺസ് നോക്കുകയാണെങ്കിൽ ഫോണിൻ്റെ മേളിൽ ടോപ്പ് ഫയറിംഗ് സ്പീക്കേഴ്സ്, IR ബ്ലാസ്റ്റർ ആൻഡ് നോയ്സ് ക്യാൻസലേഷൻ മൈക്ക് കൊടുത്തിട്ടുണ്ട്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലാണ് നമ്മുടെ ആ ഒരു അലേർട്ട് സ്ലൈഡർ. സോ അലേർട്ട് സ്ലൈഡർ വരുന്നുണ്ട്, ദാറ്റ്സ് നൈസ്. പവർ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ വോളിയം റോക്കർ. താഴെ നോക്കുകയാണെങ്കിൽ നമ്മുടെ സിം ട്രേ ഉണ്ട്, മൈക്ക്, USB Type-C പോർട്ട് ആൻഡ് ബോട്ടം ഫയറിംഗ് സ്പീക്കേഴ്സ്. എന്നാൽ വളരെ വിചിത്രമായ ഒരു കാര്യം എന്താണെന്നറിയോ? ഓക്കെ, അതിനു മുമ്പ് കൂടുതൽ സമയം വേസ്റ്റ് ചെയ്യാതെ ലെറ്റ്സ് റോ. സോ ആ വിചിത്രമായ കാര്യം എന്താണെന്നറിയോ? ഇതിന്റെ ബാക്കിൽ ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. എന്നാൽ ഫ്രണ്ടിൽ ഡ്രാഗൺ ടെയിൽ പ്രൊട്ടക്ഷൻ ആണ് വരുന്നത്. സോ എന്തുകൊണ്ടാണ് അങ്ങനെയെന്ന് എനിക്ക് അറിയില്ല. നോർമലി ഫ്രണ്ടിൽ കുറച്ചും കൂടി ബെറ്റർ പ്രൊട്ടക്ഷനും ബാക്കിൽ ഒരു കുറച്ചും കൂടി ലോവർ പ്രൊട്ടക്ഷൻ ആയിരിക്കും. പക്ഷേ ഇവിടെ നേരെ മറിച്ചാണ്. സോ നല്ല ക്വാളിറ്റി ഉള്ള ടെമ്പേർഡ് ഗ്ലാസ് ഉപയോഗിക്കാൻ മറക്കരുത്. സോ 6.74 ഇഞ്ചുള്ള 120 Hz റിഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്ന 10-bit AMOLED ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ല ഡിസ്പ്ലേ ആണ്. നോർമലി OnePlusന്റെ ഫോണിൽ വരുന്ന AMOLED ഡിസ്പ്ലേക്ക് നല്ല ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആയിരിക്കും. ഇവിടെയും നല്ലോണം കാലിബ്രേറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല കളേഴ്സ് ഉണ്ട്, ഡീപ് ബ്ലാക്സ്, കോൺട്രാസ്റ്റ് ഒക്കെ വരുന്നുണ്ട്. നല്ല ക്രിസ്പ് ഡിസ്പ്ലേ ആണ്. 1.5K ആണ് റെസൊല്യൂഷൻ. സോ നമ്മൾ 1080p കണ്ടിട്ടുണ്ട്, 2K കണ്ടിട്ടുണ്ട്, ഈവൻ 4K ഉണ്ട്. സോണിയുടെ ഫോൺസിൽ 4K ഡിസ്പ്ലേ ആണ് വരുന്നത്. ഇത് അതിന്റെ ഇടയിലുള്ള ഒരു സംഭവമാണ്. 1.5K എന്ന് പറയാൻ പറ്റും, അല്ലെങ്കിൽ ഫുൾ HD++, അങ്ങനെയും വിളിക്കാം. HDR10+ സർട്ടിഫിക്കേഷനുമായാണ് വരുന്നത്. പിന്നെ യൂട്യൂബിൽ എന്തായാലും നിങ്ങൾക്ക് HDR വീഡിയോസ് പ്ലേ ചെയ്യാൻ പറ്റും. ഈവൻ നെറ്റ്ഫ്ലിക്സിലും ഈ ഒരു സർട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. ദാറ്റ് ഈസ് നൈസ്. 1450 നിറ്റ്സിൻ്റെതാണ് പീക്ക് ബ്രൈറ്റ്നസ്. സോ ഇൻഡോർ ആണെങ്കിലും ഔട്ട്ഡോർ ആണെങ്കിലും ഈവൻ സൺലൈറ്റ് ആണെങ്കിലും വിസിബിലിറ്റി പക്കയാണ്, നോ ഇഷ്യൂസ്. സോ ഈ ഫോണിന്റെ ബ്രൈറ്റ്നസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നിങ്ങൾ യാതൊരു ഇഷ്യൂവും ഫേസ് ചെയ്യാൻ പോകുന്നില്ല. പിന്നെ 120 Hz റിഫ്രഷ് റേറ്റ് അത് ഇതിന്റെ UI നല്ലോണം വർക്ക് ആവുന്നുണ്ട്. പക്ഷേ എല്ലാ ആപ്ലിക്കേഷനും 120 Hz സപ്പോർട്ട് ചെയ്യുന്നില്ല. എന്നാൽ 60 Hz പോകുന്നില്ല. ചില ആപ്ലിക്കേഷൻ 120 Hz സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ ട്വിറ്ററിൽ 120 Hz ഉണ്ട്, ഇൻസ്റ്റാഗ്രാമിൽ 120 Hz ഉണ്ട്. പക്ഷേ യൂട്യൂബ് ആണെങ്കിലും ഗൂഗിൾ പ്ലേ സ്റ്റോർ ആണെങ്കിലും ഇവിടെയൊക്കെ 90 Hzന്റെ റിഫ്രഷ് റേറ്റ് ആണ് കിട്ടുന്നത്. എനിവേ ഹെഡ്ഫോൺ ജാക്ക് കൊടുത്തിട്ടില്ല. ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റിയുള്ള ഡുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ആണ്. നല്ലൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. സോ അതിന്റെ പോയിന്റ് ഓഫ് വ്യൂ യാതൊരു ഇഷ്യൂ ഞാൻ ഫേസ് ചെയ്തില്ല. നല്ല ക്വാളിറ്റിയുള്ള ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. നിങ്ങളിൽ എത്ര പേർക്ക് ഈ ഒരു ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് മാറ്റർ ചെയ്യുന്നുണ്ട്? താഴെ കമന്റ് ബോക്സ് എഴുതി അറിയുക. കാരണം ഞാൻ പലപ്പോഴും ഈ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസിനെ കുറിച്ച് പറയുമ്പോൾ താഴെ കമന്റുകൾ വരാറുണ്ട്, ബ്രോ ഹാപ്റ്റിക്സ് വിട്ടിട്ടുള്ള കളിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് താഴെ കമന്റ്സ് ഒക്കെ വരാറുണ്ട്. എനിവേ ഇവിടെ അടിപൊളി ഹാപ്റ്റിക് ഫീഡ്ബാക്ക് എക്സ്പീരിയൻസ് ആണ് കിട്ടുന്നത്. അത് ടൈപ്പ് ചെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ ഈ ആപ്പ് ഡ്രോർ ഓപ്പൺ ചെയ്യുമ്പോൾ, വോളിയം അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുമ്പോൾ, ക്യാമറ UIയിൽ, റീസെന്റ് ആപ്ലിക്കേഷൻ മെനുവിൽ എല്ലായിടത്തും OnePlus നല്ലോണം ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ആ ഒരു ഹാപ്റ്റിക്സിന്റെ ഫീച്ചർ ഉണ്ടല്ലോ, ഓപ്പോ, OnePlus, റിയൽമി ഫോൺസിൽ വരാറുണ്ട്. ഹാപ്റ്റിക് ഫീഡ്ബാക്കിന്റെ സ്ട്രെങ്ത് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാൻ പറ്റും. സോ ദാറ്റ്സ് നൈസ്. ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സ്കാനർ ആണ് കൊടുത്തിരിക്കുന്നത്. നല്ലോണം വർക്ക് ആവുന്നുണ്ട്, ഒരു ഇഷ്യൂ ഇല്ല. അതുപോലെ തന്നെ ഫേസ് അൺലോക്കിന്റെ ഫീച്ചറും നല്ലോണം തന്നെ ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. മീഡിയ ടെക്കിന്റെ ഡയമൻസിറ്റി 9000 ചിപ്സെറ്റ് ആണ് തന്നിരിക്കുന്നത്. 8GB, 128GB ആൻഡ് 16GB.
എന്ത് ഈ 16 GB ഒക്കെ എനിക്കറിയില്ല. ഈ 16 GB കുറച്ച് 12 GB ആക്കിയിട്ട് ആ ഒരു ബേസ് വേരിയൻറ്റിൻ്റെ ഈ സ്റ്റോറേജ് ഉണ്ടല്ലോ അത് 128 GB എന്ന് കൂട്ടിയിട്ട് 256 GB ആക്കിയിരുന്നെങ്കിൽ അത് കുറച്ചും കൂടി എല്ലാവർക്കും യൂസ്ഫുൾ ആയേനെ. എനിവേ ലേറ്റസ്റ്റ് ആൻഡ്രോയിഡ് 13 കൊടുത്തിട്ടുണ്ട് വിത്ത് ലേറ്റസ്റ്റ് ഓക്സിജൻ OS 13.1. ഈ ഒരു ഫോണിൽ 2 തരത്തിലുള്ള പെർഫോമൻസ് വരുന്നുണ്ട്, നോർമൽ പെർഫോമൻസ് ആൻഡ് ഹൈ പെർഫോമൻസ്. സോ നിങ്ങൾ ഈ ഒരു ഫോൺ ബോക്സിൽ നിന്ന് ഫസ്റ്റ് ടൈം പുറത്തെടുത്ത് അൺബോക്സ് ചെയ്ത്, അല്ല ബോക്സിൽ നിന്ന് പുറത്തെടുക്കുമ്പോൾ അൺബോക്സ് ആയിരുന്നു, ഇനി ഈ ഫോൺ ഫസ്റ്റ് ടൈം അൺബോക്സ് ചെയ്ത് സെറ്റപ്പ് ചെയ്യുമ്പോൾ നോർമൽ മോഡിലാണ് വർക്ക് ആവുന്നത്. പിന്നെ സെറ്റിംഗ്സിൽ കയറിയിട്ട് വേണം ഹൈ പെർഫോമൻസ് മോഡ് ആക്ടിവേറ്റ് ചെയ്യാൻ. സോ നോർമൽ മോഡിൽ ഞാൻ ഉപയോഗിച്ച് നോക്കിയപ്പോൾ ബെഞ്ച് മാർക്ക് ഒക്കെ റൺ ചെയ്തപ്പോൾ നല്ല പെർഫോമൻസ് ആയിരുന്നു. പ്രത്യേകിച്ചും ത്രോട്ട്ലിംഗ് ഒക്കെ 84-85% കിട്ടുന്നുണ്ട്. ഓൾമോസ്റ്റ് കംപ്ലീറ്റ്ലി പച്ചയാണ്. ഈവൻ AnTuTu സ്കോർ ചെക്ക് ചെയ്തപ്പോഴും 8.4 ലാഖിന്റെ AnTuTu സ്കോർ കിട്ടുന്നുണ്ട് നോർമൽ മോഡിൽ. UI പെർഫോമൻസ് ആണെങ്കിലും ആ ഒരു മോഡിലുള്ള ഗെയിമിംഗ് പെർഫോമൻസ് ആണെങ്കിലും നല്ല സ്മൂത്ത് ആണ്. എന്നാൽ ആ ഒരു ഹൈ പെർഫോമൻസ് മോഡ് ഇട്ട് ഞാൻ ടെസ്റ്റ് ചെയ്തപ്പോൾ, പ്രത്യേകിച്ചും ഈ ബെഞ്ച് മാർക്ക് ടെസ്റ്റൊക്കെ റൺ ചെയ്തപ്പോൾ ഉണ്ടല്ലോ, ത്രോട്ട്ലിംഗ് ഇതാണ് ഗ്രാഫ്, ആ റെഡ് കണ്ടോ. അതായത് ഇനീഷ്യലി ഗ്രീൻ ഉണ്ട്, അതിനുശേഷം നേരെ കുത്തനെ താഴേക്കാണ് പോകുന്നത്. പിന്നെ ഇതിങ്ങനെ പിടിച്ച് കയറാൻ നോക്കുന്നുണ്ട്, പക്ഷേ ശ്വാസം മുട്ടലുണ്ട്. ടെമ്പറേച്ചർ ആണ് ഇഷ്യൂ എന്ന് എനിക്ക് തോന്നുന്നു. കാരണം ആ ഒരു ടെസ്റ്റ് റൺ ചെയ്തപ്പോൾ ഞാൻ എടുത്ത് നോക്കിയിട്ടുണ്ടായിരുന്നു, ബാക്ക് അത്യാവശ്യം ഹീറ്റ് ആവുന്നുണ്ടായിരുന്നു. ഓവർ ഹീറ്റിംഗ് ഇല്ല, പക്ഷേ ഹീറ്റിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, സോ ആ ഹീറ്റിംഗ് കാരണമാണെന്ന് തോന്നുന്നു ത്രോട്ടിൽ ആവുന്നുണ്ട്. സോ ആ ഒരു ഹൈ പെർഫോമൻസ് മോഡിൻ്റെ പെർഫോമൻസ് OnePlus അപ്ഡേറ്റിലൂടെ കറക്റ്റ് ചെയ്യണം. ഈ ഫോണിൽ 5000 mAh ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. 80 വാട്ടിൻ്റെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബോക്സിൽ ചാർജറൊക്കെ വരുന്നുണ്ട്. സോ ബാറ്ററി ആണെങ്കിലും ചാർജിങ് ആണെങ്കിലും നോ കംപ്ലയിൻസ്. ഓക്കെ, ബാറ്ററിയൊക്കെ നല്ലോണം നിൽക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ഈ 80 വാട്ടിൻ്റെ ചാർജർ വെച്ച് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു ഫോൺ 40 മിനിറ്റ് കൊണ്ട് ഫുൾ ചാർജ് ചെയ്യാൻ പറ്റും. ഈ ഫോണിൽ 50 മെഗാപിക്സൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിരിക്കുന്നത്. അതായത് OnePlus 11 ആൻഡ് OnePlus 11R സെൻസർ ഉണ്ടല്ലോ, സോണി IMX890 സെൻസർ, ആ സെയിം സെൻസർ ഈ ഫോണിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ 8 മെഗാപിക്സലിൻ്റെ അൾട്രാവൈഡും പിന്നെ 2 മെഗാപിക്സലിൻ്റെ മാക്രോ. എന്തിനാണ് OnePlus ഈ ഒരു പ്രൈസ് റേഞ്ചിൽ? ഈവൻ മോട്ടറോള വരെ ഇപ്പം ഡ്യുവൽ ക്യാമറ സെറ്റപ്പ് ആണ് തരുന്നത്. മോട്ടോ H30 2 ക്യാമറയേ ഉള്ളൂ, അതിൻ്റെ അൾട്രാവൈഡ് ആണ് മാക്രോ ആയിട്ട് വർക്ക് ആവുന്നത്. അതാണ് ബെസ്റ്റ് ഓപ്ഷൻ. അങ്ങനെ ആവുമ്പോൾ കുറച്ചെങ്കിലും ഒരു ക്വാളിറ്റി ഉള്ള മാക്രോസ് നമുക്ക് എടുക്കാൻ പറ്റും. ഈ 2 മെഗാപിക്സലിൻ്റെ മാക്രോ വെറും വേസ്റ്റ് ആണ്. 16 മെഗാപിക്സലിൻ്റെ സെൽഫി ക്യാമറയാണ് കൊടുത്തിരിക്കുന്നത്. 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സോ ഈ Nord 3ന്റെ ക്യാമറ പെർഫോമൻസ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ എബവ് ആവറേജ് ക്യാമറ പെർഫോമൻസ് അത്രേ ഉള്ളൂ. അതായത് ഈ പ്രൈസിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ക്യാമറ പെർഫോമൻസ് ആണെന്ന് പറയാൻ പറ്റില്ല. ആക്ച്വലി ആ ഒരു സോണി IMX890 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ചുകൂടി ബെറ്റർ ക്യാമറ പെർഫോമൻസ് പ്രതീക്ഷിച്ചു. ഭയങ്കര കോൺട്രാസ്റ്റ് ഫോട്ടോസ് ആണ് കിട്ടുന്നത്. പല ഫോട്ടോസിലും, ഫോർ എക്സാമ്പിൾ പോർട്രേറ്റ് ഫോട്ടോസ് ഇതിൽ കണ്ടില്ലേ, എൻ്റെ താടിയൊക്കെ നല്ലോണം കറുപ്പിച്ചിട്ടുണ്ട്. അതായത് ബ്ലാക്സ് ഒക്കെ ക്രഷ് ചെയ്യും. സോ ഡാർക്ക് ഏരിയ അല്ലെങ്കിൽ ബ്ലാക്ക് ഏരിയയിൽ ഡീറ്റെയിൽസ് കുറവായിരിക്കും. പിന്നെ ഒരു വാം ടോൺ ഉണ്ട്, ഒരു മെജന്റ ഓറഞ്ചിഷ് വാം ടോൺ നമുക്ക് എല്ലാ ഫോട്ടോസിലും കാണാൻ പറ്റുന്നുണ്ട്. സോ നിങ്ങൾക്ക് ആ ഒരു വാം ടോൺ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോട്ടോഗ്രാഫി അല്ലെങ്കിൽ ഈ ഒരു ക്യാമറ പ്രോസസ്സിംഗ് ഇഷ്ടപ്പെടും. അൾട്രാവൈഡ് ക്യാമറ 8 മെഗാപിക്സൽ ആയതുകൊണ്ട് കളറൊക്കെ അത്യാവശ്യം കുറയുന്നുണ്ട്, ഡീറ്റെയിൽസും കുറവാണ്. ജസ്റ്റ് ഓക്കെ ആവറേജ് അൾട്രാവൈഡ് പെർഫോമൻസ് ആണ് കിട്ടുന്നത്. പിന്നെ 4K വീഡിയോ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ഡീസൻ്റ് ആണ്, വലിയ ഇഷ്യൂ ഒന്നുമില്ല. ചിലയിടത്ത് ഷാർപ്പനിങ് കൂടുന്നുണ്ട്, ഓവർ ഷാർപ്പനിങ് എനിക്ക് തോന്നി. ചില 4K വീഡിയോ സാമ്പിൾസിൽ ഓവർ ഷാർപ്പനിങ് വരുന്ന പോലെ തോന്നി. പക്ഷേ ഓവറോൾ ജസ്റ്റ് ഡീസെൻറ്റ് വീഡിയോ പെർഫോമൻസ് ആണ്. OIS ആൻഡ് EIS രണ്ടും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സോ അത്യാവശ്യം ഡീസെൻറ്റ് സ്റ്റെബിലൈസേഷൻ കിട്ടുന്നുണ്ട്. ഓക്കെ, സെൽഫി ക്യാമറ നോക്കുകയാണെങ്കിൽ ക്ലിയർലി അത്യാവശ്യം നല്ലോണം വെളുപ്പിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും പോർട്രേറ്റ് ഫോട്ടോസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നല്ല വെളുപ്പിക്കൽ നടക്കുന്നുണ്ട്. പിന്നെ ചിലയിടത്തൊക്കെ ആ ഒരു ലൈറ്റ് കൺട്രോൾ ഉണ്ടല്ലോ, അതും പാളിപ്പോകുന്നുണ്ട്. ആ മൂക്കാണെങ്കിലും നെറ്റിയാണെങ്കിലും നല്ലോണം ഇങ്ങനെ കത്തി നിൽക്കുകയാണ്. സോ ഇതാണ് OnePlusന്റെ Nord 3 എന്ന ഫോണിൻ്റെ സെൽഫി വീഡിയോ പെർഫോമൻസ്. ഇവിടെ 4K ഒന്നും കിട്ടുന്നില്ല, 1080p 30 FPS ആണ് മാക്സിമം സെൽഫി വീഡിയോ റെസൊല്യൂഷൻ. സോ ഇത്തരത്തിലുള്ള ഒരു ക്വാളിറ്റിയാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. ഇപ്പോൾ നല്ല മഴയുണ്ട്, നല്ല മഴയില്ല, ചാറ്റ് മഴയുണ്ട്. സോ അതിൻ്റെ ചെറിയ എഫക്റ്റൊക്കെ ഇവിടെ വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ലൈറ്റ് ഇങ്ങനെ മങ്ങിയിരിക്കുന്നത് കണ്ടോ, ആ ഒരു അന്തരീക്ഷം അങ്ങനെ ആയതുകൊണ്ടാണ്. എനിവേ വലിയ സ്റ്റെബിലൈസേഷൻ ഇല്ലെന്ന് തോന്നുന്നു കേട്ടോ. ഇല്ല, ഫേസൊക്കെ അത്യാവശ്യം കുലുങ്ങുന്നുണ്ട്. സോ ഇത് വെച്ച് സെൽഫി വ്ളോഗിംഗ് ഒക്കെ ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിൽ കയ്യിൽ ഒരു ജിംബിൾ കരുതി വെച്ചോളൂ. ഈ സോണി IMX890 സെൻസർ ഉണ്ടല്ലോ, ഇത് നല്ല നൈറ്റ് പെർഫോമൻസ് തരുന്ന ഒരു സെൻസറാണ്. പക്ഷേ ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നൈറ്റ് പെർഫോമൻസും ജസ്റ്റ് ആവറേജ് ആയിരുന്നു. വലിയൊരു നൈറ്റ് പെർഫോമൻസ് ആയിട്ട് എനിക്ക് തോന്നിയില്ല. 12-ലധികം 5G ബാൻഡ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ജിയോ എയർടെൽ രണ്ടും വർക്ക് ആവുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡ് കിട്ടുന്നുണ്ട്, യാതൊരു ഇഷ്യൂ ഇല്ല. ഡ്യുവൽ സിം സ്ലോട്ട് ആണ്. സോ നിങ്ങൾക്ക് ഇതിൽ മൈക്രോ SD കാർഡ് ഉപയോഗിക്കാൻ പറ്റൂല. IR ബ്ലാസ്റ്റർ കൊടുത്തിട്ടുണ്ട്, ദാറ്റ് ഈസ് നൈസ്. ഈവൻ NFC വേണ്ടിയുള്ള സപ്പോർട്ടും വരുന്നുണ്ട്. സോ നിങ്ങൾക്ക് കോൺടാക്ട്ലെസ് പേയ്മെന്റ് ഒക്കെ ചെയ്യാൻ പറ്റും. 8GB
128 GB പ്രൈസാണ് 33,999 രൂപ. 16 GB 256 GB പ്രൈസാണ് 37,999 രൂപ. ഓക്കെ, സോ പ്രൈസിങ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വൺ പ്ലസിന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ പ്രത്യേകിച്ചും OnePlus 11 ആൻഡ് OnePlus 11R ഈ രണ്ട് ഫോൺസും നല്ല പ്രൈസിലാണ് OnePlus ഇറക്കിയത്. അത് നോക്കുമ്പോൾ ഇതിന്റെ പ്രൈസ് ലേശം കൂടുതലാണ്. 30,000 rupees ഇറക്കിയിരുന്നെങ്കിൽ ദിസ് വുഡ് ഹാവ് ബീൻ എ റിയലി ഗ്രേറ്റ് പാക്കേജ്. സോ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും, നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ താല്പര്യമുണ്ടെങ്കിൽ, നിങ്ങളുടെ കയ്യിൽ ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ ഈ പ്രൈസിൽ വാങ്ങാം. പക്ഷേ എൻ്റെ റെക്കമെൻഡേഷൻ ആയിരിക്കും 30,000 rupees കിട്ടുന്നുണ്ടെങ്കിൽ നൈസ് ഫോണാണ്. പക്ഷേ ചില ഏരിയസിൽ ഇമ്പ്രൂവ്മെന്റ് ആവശ്യമുണ്ട്. ഫോർ എക്സാമ്പിൾ ക്യാമറ, ഞാൻ പറഞ്ഞില്ലേ ക്യാമറ കുറച്ചും കൂടി ഇമ്പ്രൂവ് ചെയ്യണം. അതുപോലെ തന്നെയാണ് ആ ഒരു ഹൈ പെർഫോമൻസിൽ വരുന്ന ത്രോട്ട്ലിംഗ്, അതും OnePlus കറക്റ്റ് ചെയ്യണം. ഈ രണ്ട് കാര്യങ്ങൾ കറക്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ 31,000 rupees കിട്ടുന്നുണ്ടെങ്കിൽ നല്ലൊരു ഓപ്ഷനാണ്. കാരണം എനിക്ക് ഇതുവരെ യാതൊരു തരത്തിലുള്ള ബഗ്സ് അല്ലെങ്കിൽ ഗ്ലിച്ച് ഒന്നും കിട്ടിയില്ല. നല്ലൊരു പാക്കേജാണ്, നല്ലൊരു ഫോണാണ്. പക്ഷേ പ്രൈസിങ് നോക്കുക. ഓക്കെ, ബാക്കി ഈ ഫോണിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ എഴുതി അറിയിക്കുക. ദിസ് ഇസ് യുവർ ഫ്രണ്ട് മിസ്റ്റർ പെർഫെക്റ്റ് സൈനിങ് ഓഫ്. ഗുഡ് ബൈ.